കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് പ്രതിസന്ധി അതിരൂക്ഷമാണ്. ന്യായവില മരുന്ന് കേന്ദ്രത്തിൽ 10 മരുന്നുകളില്ല. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വൻതുക നൽകി മരുന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ. 11 കൊല്ലം അച്ഛൻ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവപ്പെട്ട ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടുത്തെ മരുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പറയും, വേറെ സ്ഥലത്തുനിന്ന് പറയും വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ തന്നെ രോഗി ഇവിടെ മരണപ്പെടും. ആ സ്ഥിതിയിലേക്കുള്ള അവസ്ഥയാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് ഓടുക എന്നുള്ളതാണ് എൻ്റെ പ്രതിസന്ധി. കാരണം എന്ന് വെച്ചാൽ സൗജന്യ മെഡിക്കൽ ഷോപ്പിലേക്കാണ് ആദ്യം ചീട്ട് തരിക. അവിടെ നിന്ന് സീല് കുത്തും 2-3 സ്ഥലത്ത്, പിന്നെ വീണ്ടും കാരുണ്യയിൽ പോകണം. കാരുണ്യയിൽ പോയി അവിടെ നിന്നും ക്യൂ നിൽക്കണം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കണം. അവിടെ നിന്ന് എത്ര കിലോമീറ്റർ നടക്കണം എന്നറിയോ? അത്രയും നടക്കണം. നമ്മളെപ്പോലത്തെ ഒരു പ്രായമുള്ള ഒരാൾക്കാർക്ക് ഇത്രയും നടക്കണം. നീതിയിലേക്ക് പോകാൻ പറയും. അവിടെ നിന്ന് നീതിയിലേക്ക് പോകും. അവിടെ നിന്ന് കുറേ സമയം ക്യൂ നിൽക്കണം. അവിടെയും ഉണ്ടാവില്ല ഈ മരുന്നുകൾ. മൂന്ന് മെഡിക്കൽ ഷോപ്പിലും എഴുതി തരുന്ന മരുന്നുകൾ ഫുള്ളായിട്ടുണ്ടാവില്ല. അനഘ ഹർഷൻ ചിരികയാണ്. അനഘ, ഈ മരുന്ന് ക്ഷാമം പരിഹരിക്കാനുള്ള യാതൊരു ഇടപെടലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലേ? KP ഒരു ഇടപെടലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ മരുന്ന് ക്ഷാമത്തെ തുടർന്നുണ്ടായ വിഷയത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൂടിയാണിത്. ആശുപത്രിയിലെ ന്യായവില കേന്ദ്രത്തിൽ ഒരു മരുന്ന് 10 മരുന്നുകൾ ഈ ന്യായവില കേന്ദ്രത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വലിയ തുക കൊടുത്തുകൊണ്ട് മരുന്ന് വാങ്ങേണ്ട ഗതിയിലാണ് ഈ രോഗികൾ. മാത്രമല്ല കഴിഞ്ഞ മാസമൊക്കെ തന്നെ ചില മരുന്നുകൾ ഈ ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ന്യായവില മരുന്ന് ഷോപ്പിൽ നിന്ന് ലഭിക്കാറുണ്ടായിരുന്നു എന്നാണ് രോഗികൾ പറയുന്നത്. പക്ഷേ ഈ ദിവസം ചെല്ലുന്തോറും ഇത്തരത്തിൽ മരുന്നുകളുടെ ലഭ്യത ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ നിന്നും ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഈ ആശുപത്രിയിലെ ന്യായവില സ്റ്റോറിൽ പോകുന്നു, കാരുണ്യ മെഡിക്കൽ സെന്ററിലേക്ക് പോകുന്നു, അവിടെയൊന്നും ഈ ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്ന് ലഭിക്കുന്നില്ല. അതോടെ വലിയ തുകയാണ് തങ്ങൾക്ക് ഈ സർക്കാർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും തങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങുന്ന ഇനത്തിൽ വലിയ തുകയാണ് ചിലവ് വരുന്നത് എന്ന് ദയനീയമായി രോഗികൾ പറയുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നമ്മോട് സംസാരിച്ചവർ തന്നെ പറയുന്നു, ഇത്തരത്തിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം ഈ ന്യായവില സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ. അവിടെ എത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ന്യായവില സ്റ്റോറിൽ ഈ മരുന്ന് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്.